ഹലോ. ഒല്ലൂർ പള്ളിപ്പെരുന്നാൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണേ നമ്മൾ. ഒരു 2 കിലോമീറ്റർ ആയപ്പോഴേക്കും ഗംഭീര മഴയായിരുന്നു. റെയിൻകോട്ടൊക്കെ ഇട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് ഇറങ്ങിയെങ്കിലും ഒത്തില്ല. അങ്ങനെ അങ്ങോട്ട് തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഡേ 2 നമ്മൾ വീണ്ടും ഇറങ്ങി. കുറച്ച് നേരത്തെ ഇറങ്ങിയായിരുന്നു. ഇനി മഴ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാമെന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ കുറേ നേരം ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് അവിടെ എത്തിപ്പെട്ടത്. നമ്മൾ ഇവിടുന്ന് ഒരു 6 മണിക്ക് ഇറങ്ങിയെങ്കിലും 8:30 കഴിഞ്ഞിട്ടുണ്ട് നമ്മളവിടെ എത്തുമ്പോൾ. എനിക്കാണെങ്കിലും നൗഷൂനാണെങ്കിലും ഇങ്ങനത്തെ ലൈറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ എടപ്പാളിൽ നിന്ന് ഒല്ലൂർക്ക് 60 കിലോമീറ്റർ ഉണ്ട്. 60 കിലോമീറ്റർ നമ്മൾ സ്കൂട്ടിയിലാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പം തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എൻ്റെയും നൗഷൂൻ്റെയും ക്രേസ് എത്രത്തോളമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണുന്നതും അതിലൊക്കെ പങ്കെടുക്കുന്നതും. കിട്ടിയ ഒരു ഗ്യാപ്പിൽ വണ്ടിയും പാർക്ക് ചെയ്ത് പിന്നെ നമ്മൾ നടക്കാൻ തുടങ്ങി. നടന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ ഭയങ്കര റഷായിരുന്നു. ഇവിടെ ഇങ്ങനെ മേളം നടക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് നേരം അതൊക്കെ കേട്ട് നിന്നു. പിന്നെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങി നടന്നു. ഞാൻ ഇങ്ങനത്തെ ഒരു സീൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരുപാട് കുരിശുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട്, അങ്ങനെ തന്നെയാണോ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇതൊക്കെ കണ്ടായിരുന്നു. അതായത് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും ആളുകൾ ഇങ്ങനെ ബ്ലെസ്സിങ്സ് മേടിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കാർണിവലിൻ്റെ സൈഡിലോട്ട് പോയി. നല്ല തിരക്കായിരുന്നു അവിടെയും. പിന്നെ മഴയൊക്കെ പെയ്ത് ആകെ നിലത്തൊക്കെ ചളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിതിൽ കയറണം എന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷേ അത് ഭയങ്കര ഹൈറ്റിൽ പോകുന്നുണ്ട്. എനിക്ക് പേടിയും കൂടെയാണ് ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അത് കാരണം അതിൽ കയറിയില്ല. പിന്നെ നമ്മൾ മരണക്കിണർ കണ്ടു. അപ്പോൾ അതിൽ കയറാമെന്ന് വിചാരിച്ചു. ഞാൻ കുഞ്ഞിലെങ്ങാണ്ട് പോയത്, എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ എന്തായാലും അതിൽ കയറാമെന്ന് വെച്ചാൽ നമ്മൾ കാര്യത്തിൽ കയറിയൊക്കെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ ആൾ വന്നിട്ട് കാറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫുള്ളായാൽ മാത്രമേ ആളുകൾ അത് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാണ്ട് ആ വരുന്ന മുതലാണ് സ്റ്റാർ ഓഫ് ദി ഷോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇയാളൊരു വേറെ ലെവലായിരുന്നു. അതിന് അയാൾ വന്ന് ഇങ്ങനെ ബൈക്കൊക്കെ റേസ് ചെയ്ത് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഒറ്റ ബൈക്ക് വെച്ചിട്ടായിരുന്നു. പിന്നീടാണ് ബാക്കി കാറുകളും കുറേ ആളുകളൊക്കെ വന്നിട്ട് ചെയ്തത്. പക്ഷേ ഇയാളൊരു വേറെ ലെവലായിരുന്നു. നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഗൂസ് ബംസ് ഒക്കെ വന്നൊരു മൊമെൻ്റാണ്. ആളുകൾ ഇങ്ങനെ ക്യാഷൊക്കെ കൊടുക്കുമ്പോൾ അവരതൊക്കെ വന്ന് മേടിക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു സംഭവം. ഭയങ്കര രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ജ്യൂസ് കുടിച്ചു, ഫുഡ് കഴിച്ചു. വരുന്ന വഴിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും വേറൊരു പള്ളിപ്പെരുന്നാൾ കണ്ടു. ആനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങി. ഏതായാലും ലേറ്റായി. അപ്പോൾ പിന്നെ ഒന്ന് കണ്ടേച്ചും പോകാമെന്ന് വിചാരിച്ച് നമ്മൾ അവിടെ ഇറങ്ങി. ഇവിടെയും നല്ല അടിപൊളി വൈബായിരുന്നു. എനിക്ക് നൗഷൂനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പള്ളിയുടെ അകത്തൊക്കെ കയറി കുറച്ച് നേരം അങ്ങനെ കറങ്ങി നടന്ന് നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഓൾമോസ്റ്റ് 4 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും വിശേഷങ്ങളുള്ളൂ. വീണ്ടും കാണുന്നവരെ ബൈ.